ഇയാളല്ലേ ചെയ്തേക്കുന്നത്, ഈ ജോർജ് ജോസഫിനല്ലേ ചെയ്തേക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണോ വേണ്ടത് നിങ്ങൾക്കൊക്കെ? ഇവരുമായിട്ടൊരു ബന്ധമില്ലെന്ന് തെളിയിക്കാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ ഉള്ളത്? സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലായി കിടന്നവനാണ് ഈ ഉബൈബ് എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർക്കാരൻ. ഇത് നിൽക്കുന്നത് ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഓണർ ആയിട്ടുള്ള ചെയർമാൻ ആയിട്ടുള്ള മിസ്റ്റർ ജോർജ് ജോസഫ്. ഇത് കൊല്ലം ജില്ലയിലെ ആലഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സേവനയുടെ ഇതാണ് ആണല്ലേ. ഇവിടെ നാത്തോട്ട് നമ്മൾ കയറുന്നില്ല. ഈ സ്ഥാപനത്തിനാണ് ആൺകുട്ടികളും പെൺകുട്ടികളും താമസിക്കുന്നത്. ഇനി എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളും എല്ലാ സ്പോട്ടുകളും പോക്കണം. ഒറ്റ ഒരെണ്ണം ഇനി ഒരാളും ഇവന്മാരുടെ പീഡനത്തിനെതിരെയാവരുത്. ഹായ്, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത് ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണുന്ന വാർത്ത നമ്മളെല്ലാവരും കണ്ടു കാണും. നമ്മുടെ കേരളത്തിലുടനീളം നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം 7 മണി വരെ സ്ഥാപനത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്നാണ്. ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് ഇവർ ചെയ്യുന്നത് ഈ പല സ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ആളുകളെ റിക്രൂട്ട് ചെയ്യുക. ഇനി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് ആ സ്ഥാപനത്തിന്റെ കീഴിലുള്ള സേവന പൗഡർ, സേവനയുടെ ഒരുപാട് സാധനങ്ങൾ, ആ സാധനങ്ങൾ ചുമന്നിട്ടാണ് ഈ കുട്ടികൾ യാത്ര ചെയ്യുന്നത്. പിന്നെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത കൊച്ചിയിൽ നടക്കുന്നു എന്നാണ്. കൊച്ചിയിലല്ല, കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം 900ഓളം സ്ഥാപനങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം ഈ ജോർജ് ജോസഫ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ജോർജ് ജോസഫിന്റെ കീഴിൽ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വാർത്തകളെല്ലാം ഉടനീളം വാർത്തയായി, വലിയ വിഷയമായി. ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡിന്റെ ഓഫീസിലേക്ക്, ജോർജ് ജോസഫിന്റെ ഓഫീസിലേക്ക് ഇന്ന് ഒരുപാട് ന്യൂസ് ചാനലിൽ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന് പറഞ്ഞ സാധനം ചെന്നപ്പോൾ അവർക്കൊന്നും അറിയില്ല. ഞങ്ങളുടെ അടുത്ത് ഒരുപാട് പേര് സാധനം എടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ സാധനം എടുത്തിട്ടാണ് ആണ്ടെ ഒരു സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലായി കിടന്നവനാണ് ഈ ഉബൈബ് എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർക്കാരൻ. ഇത് നിൽക്കുന്നത് ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഓണർ ആയിട്ടുള്ള ചെയർമാൻ ആയിട്ടുള്ള മിസ്റ്റർ ജോർജ് ജോസഫ്. ഈ ജോർജ് ജോസഫിന് എന്തിനാണ് ഈ പെണ്ണുപിടിയനായ ശ്രീലമ്പടനായ ഈ ഉബൈബിന്റെ ഓഫീസിൽ വന്നാണ്ട് പിള്ളേർക്ക് മെഡൽ കൊടുക്കേണ്ടതും പിള്ളേരെ മാനേജറായിട്ട് പ്രൊമോഷൻ ചെയ്യേണ്ടതും ആവശ്യം എന്താണ്? ഇയാളല്ലേ ചെയ്തേക്കുന്നത്, ഈ ജോർജ് ജോസഫിനല്ലേ ചെയ്തേക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണോ വേണ്ടത് നിങ്ങൾക്കൊക്കെ? ഇവരുമായിട്ടൊരു ബന്ധമില്ലെന്ന് തെളിയിക്കാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ ഉള്ളത്? ഈ കുട്ടികളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് നിങ്ങളുടെ ചെയർമാൻ ജോർജ് ജോസഫ് അല്ലെന്ന് പറയുന്നത് തെളിയിക്കാനുള്ള എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. ദൃശ്യമാധ്യമങ്ങൾ എന്തായാലും ഇടപെട്ട് തന്നെ ഈ നിങ്ങൾ ചെയ്ത കാര്യം നല്ലതാണ്. ഉമ്മാടെ ഓഫീസിൽ പോയി പച്ചയ്ക്ക് ചോദിക്കാൻ കഴിഞ്ഞത് വളരെ നന്ദിയുണ്ട്. കാരണം ഒരുപാട് പിള്ളേർ ഉമ്മാടെ ഇത് രക്ഷപ്പെടാനുണ്ട്. പിന്നെ പെരുമ്പാവൂർ പോലീസിനോട് എനിക്ക് ഒരു വേണ്ട, നിങ്ങളുടെ പുച്ഛം മാത്രമേ ഉള്ളൂ കേട്ടോ, പുച്ഛം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ, കഴിഞ്ഞ ഒരു 7 ദിവസം മുമ്പല്ലേ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഈ കുട്ടികളുമായിട്ട്. ഇവര് എല്ലാവരും വന്ന് നിങ്ങൾ എടുത്ത പരാതിയാണിത്, നിങ്ങൾ എടുത്ത പരാതിയുടെ റെസീറ്റാണിത്. ഞാൻ എന്തായാലും പേജിലിട്ടേക്കാം. 6 കുട്ടികളോളം വന്ന് പരാതി കൊടുത്ത് അതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ആണത്ത് കൊണ്ടുപോകണമെങ്കിൽ സിപ്പഴിച്ചോ കാണിക്കട എന്ന് വരെ പറഞ്ഞു കൊടുത്തു. അതൊന്നും ഓർമ്മയില്ല. ഇപ്പം പറയുന്നത് വെച്ചാൽ ഇങ്ങനെ പരാതി നമുക്ക് വന്നിട്ടില്ലെന്നാണ് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് നടപടി എടുത്തില്ല ഇത്ര ദിവസം? ഇത്രയും മാധ്യമങ്ങൾ ഇടപെട്ടതിന് ശേഷം ഈ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വന്ന് തല്ലി പൊളിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ മറ്റുള്ള കാര്യത്തിനോ ഒന്നും തോന്നിയുള്ളൂ. നിങ്ങൾ അന്നേ നടപടി എടുക്കേണ്ടതായിരുന്നു. എന്നിട്ട് ഇപ്പോൾ പറയുന്ന പരാതി ലഭിച്ചിട്ടില്ല എന്ന്. ഇത് എന്താ പറയാ? ഇത് കാരണം നിങ്ങൾ ഇവരുടെ ഇന്ന് ഈ ഒരു AC പുറത്ത് പോകണ്ടായിരുന്നു. അയാളാണെങ്കിൽ അവനെന്നേ വിളിക്കാൻ പറ്റും, അയാളെ പേര് പോലും വിളിക്കാൻ പറ്റത്തില്ല. അവനാണെങ്കിൽ ഇങ്ങനെ തന്നെ പറയാം. അവനാണെങ്കിൽ ഫോൺ വിളിച്ച് പറയാണ്, ഹലോ ഹുബൈബ് ആണോ, പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വരണം കേട്ടോ. ഇത്രയും വലിയ തെമ്മാടിത്തരം കാണിക്കുന്നതിനെ വിളിച്ച് പറയാണ് പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ വേണം. അത് CI പോലും കാണാതെ. അപ്പൊ അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും റെഡിയാക്കണം. അതാണ് അയാളുടെ ഉദ്ദേശം. ഇങ്ങനെയുള്ള പോലീസുകാരിൽ നിന്ന് എന്ത് നീതിയാണ് കിട്ടാൻ പോകുന്നത്? ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല. ഈ പോലീസുകാരിൽ നിന്ന് ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല. ഇനി ഇതുപോലെ യുവജന പ്രസ്ഥാനങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വെറും കൊച്ചിയിൽ മാത്രം നടക്കുന്ന സംഭവമല്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവന്മാരുടെ ഓരോ സ്ഥാപനങ്ങളും ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്, ഉപദ്രവങ്ങൾ നടക്കുന്നുണ്ട്, പീഡനങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ തന്നെ 24 വന്നിട്ടുണ്ട്, റിപ്പോർട്ടർ ചാനൽ വന്നിട്ടുണ്ട്, എല്ലാ ചാനലുകളും വന്നിട്ടുണ്ട്. കുട്ടികളെ ഉപദ്രവിക്കുന്നവരുടെ ഒരു പെൺകുട്ടിയെ നാമയ്ക്ക് ചവിട്ടുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നെയ്യാറ്റിൻകരയിൽ 24. ഇപ്പോഴും ചാനൽ കിടപ്പുണ്ട്. അതെല്ലാം ഇവന്മാരുടെ പിന്നിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അന്നൊന്നും നമ്മളാരും പ്രതികരിച്ചില്ല, ഇവന്മാർക്കെതിരെ ഒരു കാര്യവും ചെയ്തില്ല. പക്ഷേ ഇപ്പോ ഇവന്മാരുടെ ഓരോ സ്ഥാപനവും കണ്ടെത്തി അതിന് അടച്ചു പൂട്ടേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസ്സുകാർ പെരുമ്പാവൂരിലെ സ്ഥാപനം അടച്ചു പൂട്ടി താഴെ ഇട്ടിട്ടുണ്ട്. DYFIക്കാരും യുവമോർച്ചയും മറ്റുള്ളവരും എല്ലാം തയ്യാറായി തുനിഞ്ഞിറങ്ങിയാൽ ഈ ജോർജ് ജോസഫിന്റെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന് പറഞ്ഞ ഉടായിപ്പ സ്ഥാപനം തകർത്തൊടുക്കി ഈ പിള്ളേരെ സ്വതന്ത്രമാക്കാൻ കഴിയും. ഈ പിള്ളേർക്ക് നമ്മൾ പോയി പറഞ്ഞാൽ പറയും 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, 25,000 ശമ്പളം കിട്ടുന്നു. ഒരു തേങ്ങയും കിട്ടത്തില്ല.
അങ്ങനെ 6 മാസമല്ല 2 വർഷം വർക്ക് ചെയ്ത പിള്ളേരാണ് വന്ന് സത്യം തുറന്നു പറയുന്നത് ഈ ചാനലിന്റെ മുന്നിൽ. എന്റെ മുന്നിലും പറഞ്ഞവരാണ്. ഇപ്പൊ ഞാൻ കൊല്ലം അഞ്ചല് ആലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിന് പോയി നിന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ ഒരു കഥ പൂട്ടി അത് കയറിട്ട് ഓറിപ്പോയി. അവിടെയും ഒരുപാട് അടിമകളുണ്ട്. അടിമകൾ എന്ന് വേണം പറയാൻ. ഈ അടിമ വ്യവസ്ഥയൊക്കെ നമുക്ക് പണ്ടേ കഴിഞ്ഞു പോയതാണ്. ഇപ്പോഴും അടിമകളെ പോലെ അമ്മയുടെ കാലിന്റെ കീഴിൽ കിടക്കുകയാണ് കുഞ്ഞുങ്ങൾ ഒരുപാട് പേര്. അവരെയൊക്കെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും തുനിഞ്ഞിറങ്ങണം. എന്തായാലും ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധൈര്യമില്ലെന്ന് എനിക്കറിയാം. ഒരുപാട് പേര് എന്നെ വിളിച്ചു എന്റെ നമ്പർ പുറത്തു പോലെ എന്നാണ്. ഇന്ന് രാവിലെ ഒരു പയ്യൻ വിളിച്ചു, എന്റെ നമ്പർ പുറത്തു പോലെ, ഞാനും ഇവരുടെ കൂടെ ഇതുപോലെ അനുഭവം ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ അനുഭവം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുക. അവർ പോലീസ് കംപ്ലൈന്റ് എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വക്കീലുണ്ട്, നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ആളുടെ കോൺടാക്ട് നമ്പർ തരാം. ആളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു നടപടി ഉണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നമുക്ക് FIR ഇടിപ്പിക്കാം അവർക്കെതിരെ. ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ നശിച്ച സ്ഥാപനം. ഇവന്മാര് ചിലയിടത്ത് കൾട്രോൺ ആയിരിക്കും, ചിലയിടത്ത് വേറെ ഏതെങ്കിലും സ്ഥാപനമായിരിക്കും. ഇതിനെ ആൾക്കാരെ പറ്റിച്ച് ചതിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളും കൂടെ ഇതിനകത്ത് ഒരു കൈ ഉണ്ടെന്ന് പറയുന്നത്. ക്ലാസിഫൈഡ് പത്രങ്ങളിൽ, നമ്മുടെ പത്രങ്ങളിൽ ക്ലാസിഫൈഡ് പേജുകളിലാണ് 18 വയസ്സ് മുതൽ 26 വയസ്സുള്ള കുട്ടികൾക്ക് ജോലി ഉണ്ട്. മാനേജിംഗ് സ്റ്റാഫായിട്ട് 18,000 മുതൽ 24,000 വരെ സാലറി ഉണ്ടെന്നാണ് പറഞ്ഞ് പറ്റിക്കുന്നത്. ഇതിനെതിരെ ഓരോരുത്തരും പ്രതികരിക്കുന്നവർക്ക് എൻ്റെ സല്യൂട്ട്. എന്തായാലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ന്യൂസ് മലയാളത്തിനോടും മാതൃഭൂമിയോടും 24നോടും മറ്റുള്ള റിപ്പോർട്ടർ ചാനലിനോടും എല്ലാ മലയാളം ചാനലിനോടും. നിങ്ങളിത് റിപ്പോർട്ട് ചെയ്ത് ശക്തമായി ഇതിന്റെ പുറകിന് പോവുകയാണെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്. കേരളത്തിലെ യുവാക്കളുടെ നീറുന്ന പ്രശ്നങ്ങളും തൊഴിലിടങ്ങളുടെ അവരെ കൊണ്ട് ക്രൂരമായി പണിയെടുപ്പിക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ തന്നെ കേരളത്തിലെ മലയാളികൾ കണ്ടത് ചങ്ങാതിക്കൂട്ടത്തിലെ ഈ സംരക്ഷണത്തിലൂടെയാണ്. അപ്പോൾ ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഏറ്റവും ലജ്ജാകരമെന്ന് പറയുന്നത് ഇത്രയും സമയമായിട്ടും ഈ തരത്തിൽ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കിയ, അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പരസ്യമായി കേരളത്തിലെമ്പാടും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പാവപ്പെട്ടവരായ കുട്ടികളെ പത്രങ്ങളിലൂടെയും അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയയിലൂടെയൊക്കെ തന്നെ പരസ്യം കൊടുത്തുകൊണ്ട് ഉന്നതമായ ജോലി ഓഫർ ചെയ്ത് തൊഴിൽ തട്ടിപ്പിനിരയാക്കിക്കൊണ്ട് തൊഴിൽ തട്ടിപ്പ് ശാലകളിൽ കൊണ്ടുവന്ന് ക്രൂര പീഡനത്തിനിരയാക്കിയ ഒരാൾക്കെതിരെ പോലും നമ്മുടെ പോലീസ് സംവിധാനം ഇതുവരെയായിട്ടും കേസെടുത്തിട്ടില്ല എന്നുള്ളത് വളരെ നീതിനിഷേധത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അവിടെ പരാതി കൊടുത്തിട്ട് ഇന്ന് 10-12 ദിവസങ്ങളായി. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും അതോടൊപ്പം തന്നെ പല വകുപ്പുകളിലെ മേധാവികൾക്കും പരാതികൾ അയച്ചു. പക്ഷേ ഇതുവരെയായിട്ടും കുട്ടികളുടെ മൊഴിയെടുക്കുവാനോ ഈ ചിത്രങ്ങളിലുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അവർക്കുണ്ടായ അനുഭവങ്ങളെ പകർത്തിയെടുക്കാനോ ഈ പറയുന്ന പ്രതികൾക്കെതിരെ FIR എടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ എനിക്കൊരു കാര്യം ഇവിടുത്തെ ഈ തൊഴിൽ തട്ടിപ്പിനിരയായിട്ടുള്ള കുട്ടികളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇവിടെ നിർത്തിക്കൊണ്ട് ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇവർക്കെതിരെ എല്ലാം തന്നെ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരത്തിലുള്ള ശാലകളും തട്ടിപ്പ് കേന്ദ്രങ്ങളും തൊഴിൽ പരിശീലനം എന്ന പേരിലും അതോടൊപ്പം തന്നെ ഹോസ്റ്റൽ എന്ന പേരിലും ഒക്കെ ഓമന പേരിട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ ക്രൂരമായി അല്ലെങ്കിൽ ഈ പറയുന്ന യുവാക്കളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്.